ഹായ് മച്ചാനെ, നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിന്ന് മച്ചാന്മാരൊക്കെ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത് നമുക്ക് പച്ചക്കറി കൃഷിയിൽ 100% വിജയം കൈവരിക്കാൻ വേണ്ടുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ അല്പം ലെങ്ത് കൂടുതലാണ്, ആദ്യമേ പറയാം. കാരണം പച്ചക്കറി കൃഷി നമുക്ക് വിജയിക്കണമെങ്കിൽ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മളെ കൃഷി വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഷെയറുകളുമാണ് ഈ ചാനലിൻ്റെയും നമ്മളുടെയും വിജയം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. കാരണം പറയാനേ പറ്റൂ, ഇത് കൃഷി ചെയ്യുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കമൻറ്റിലൂടെയൊക്കെ എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് പേര് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പച്ചക്കറി കൃഷിയിൽ നമുക്ക് 100% വിജയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏത് പച്ചക്കറി കൃഷി തുടങ്ങാൻ നമുക്ക് നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യവും അത് തുടങ്ങാൻ പറ്റുന്ന സമയവുമാണ് നമ്മളെ ഡിസംബർ ജനുവരി മാസങ്ങൾ. അതായത് ജൂലൈ വരെ നമുക്ക് ഒരുവിധം നല്ല കാലാവസ്ഥയാണ് കിട്ടുന്നത്. അത് കേരളത്തിൽ പൊതുവെ നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഈ മാസങ്ങളിൽ അങ്ങോട്ട് പോകുന്നത്. അത് നമ്മുടെ വീട്ടുമുറ്റത്താണെങ്കിലും പുരയിടത്തിലാണെങ്കിലും നമ്മളെ കൃഷി സ്ഥലത്താണെങ്കിലും അതുപോലെ തന്നെ പൊതുവെ വയലുകളിലൊക്കെ കൃഷി കഴിഞ്ഞു നിൽക്കുന്ന സമയമാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ സമയമാണ്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ് കൃഷിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പച്ചക്കറി കൃഷിക്ക് ഏറ്റവും നല്ലതുപോലെ വെയിലടിക്കുന്ന സ്ഥലമായിരിക്കണം നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അതായത് നമ്മൾ കൃഷി ചെയ്യുന്നത് തെങ്ങുകളുടെയും മരങ്ങളുടെയും ചുവട് ഭാഗത്ത് നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് വിളവ് വളരെ കുറവായിരിക്കും. അതിൽ കൂടുതലായിട്ട് കാണുന്നത് നല്ലതുപോലെ ചെടി പുഷ്ടിയോടെ വളർന്നു വരും, പക്ഷേ കായ്ഫലം വളരെ കുറവായിരിക്കും. അതായത് നമ്മളെ പച്ചക്കറി ചെടികൾ നല്ലതുപോലെ നമുക്ക് കായ്ഫലം കിട്ടണമെങ്കിൽ സൂര്യപ്രകാശം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നല്ല സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലം തന്നെ നമ്മൾ കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ നമുക്ക് തെങ്ങിൻ തോട്ടത്തിലും അതുപോലെ തന്നെ നമ്മുടെ മരങ്ങളുടെ താഴെ ഷെയ്ഡായിട്ടുള്ള ഭാഗങ്ങളിലുമൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന പച്ചക്കറി വിളകളും ഉണ്ട്. അതായത് 1 ചേന, 2 ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക്, ഇതൊക്കെ നമുക്ക് ചെറിയ തണലുള്ള ഭാഗത്തും കൃഷി ചെയ്യാം, ചേമ്പ് എന്നിവയൊക്കെ. അപ്പോൾ നമ്മൾ തണൽ ഇഷ്ടപ്പെടുന്ന ചെടികൾ മാത്രമേ നമ്മൾ തണലുള്ള ഭാഗത്ത് നടാനായിട്ട് തിരഞ്ഞെടുക്കാവൂ. അതുപോലെ തന്നെ നമ്മൾ ജൈവ കൃഷി ഇഷ്ടപ്പെടുന്നത് തന്നെ, അതായത് മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന നമുക്ക് വിഷരഹിതമായിട്ടുള്ള ഒരു പച്ചക്കറി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതായത് നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ നമ്മൾ തന്നെ സ്വന്തമായി നിർമ്മിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ വീടുകളിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ രോഗങ്ങളെയും കീടങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വേണം നമ്മൾ കൃഷി ചെയ്യാൻ. അതായത് ഏത് സമയത്തും നമ്മുടെ ചെടിയിലേക്ക് ഒരു രോഗബാധ ഉണ്ടാവാം. ഇത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കൃഷി ചെയ്യണം. അപ്പോൾ നമ്മുടെ ചെടിയെ ആക്രമിക്കുന്ന കീടങ്ങളെ എങ്ങനെ നമുക്ക് ചെറുക്കാം എന്നതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം കൃഷി ചെയ്യാൻ. അപ്പോൾ അതിനായി നമുക്ക് കൃഷി ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കൃഷിത്തോട്ടം നല്ലതുപോലെ കിളച്ച് നല്ലതുപോലെ കുന്താലിക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കൃഷിയിടം നല്ലതുപോലെ കിളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കീടങ്ങളുണ്ട്. ആ കീടാണുക്കളൊക്കെ മണ്ണിന് മുകളിലേക്ക് വരും. അതുപോലെ തന്നെ പുഴുക്കളെപ്പോലുള്ള മറ്റ് കീടങ്ങൾ, ഇതിനെയൊക്കെ കാക്കയും മറ്റ് കിളികളുമൊക്കെ കൊത്തി തിന്നും. അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൻ്റെ
താപമേറ്റ് കുറേയൊക്കെ നശിച്ചും പോകും. അപ്പോൾ മണ്ണ് നല്ലതുപോലെ കിളച്ചിളക്കി അതിനെ ഒരു 5 ദിവസമെങ്കിലും നല്ലതുപോലെ വെയിൽ കൊള്ളിച്ച് അതിലേക്ക് നമ്മൾ ഒരു സെൻറ്റിലേക്ക് കുറഞ്ഞത് ഒരു 3 കിലോയോളം കുമ്മായപ്പൊടി വിതറി അതിനെ ഒന്ന് ചെറിയ നനയും കൊടുത്ത്, അതായത് പുട്ടുപൊടിയുടെ പരുവത്തിൽ ഒരു ചെറിയ നനയും കൊടുത്ത് ഇളക്കി 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൃഷി ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളെ മണ്ണിൽ നിന്നുള്ള ഒരുപാട് കീടാണുക്കളുടെ സുഷുപ്താവസ്ഥയെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മണ്ണിൽ കൂടി വരുന്നുള്ള നിമാവിര, അതുപോലെ തന്നെ അങ്ങനെ വാട്ടരോഗം ഇവയൊക്കെ ചെറുക്കാനും സാധിക്കും. മണ്ണിലേക്ക് ധാരാളം കാൽസ്യം എത്തിക്കാനും സാധിക്കും. എന്നാൽ 15 ദിവസം നമ്മൾ മണ്ണ് നല്ലതുപോലെ ഇളക്കി സൂര്യപ്രകാശമൊക്കെ കൊള്ളിച്ച് ട്രീറ്റ് ചെയ്ത മണ്ണാണ് എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ചാണകപ്പൊടിയും ആട്ടിൻകാഷ്ടവും കോഴിക്കാഷ്ടവും നമ്മളെ കയ്യിലുള്ള കരിയില കമ്പോസ്റ്റ് ആണെങ്കിലും എന്തായാലും നമുക്ക് മണ്ണിലേക്ക് ഇളക്കി ചേർത്ത് വീണ്ടും ഒരു 15 ദിവസം കൂടെ ഇട്ടിരിക്കും എന്നുണ്ടെങ്കിൽ അത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കുവാനും സാധിക്കും. അപ്പം നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് സ്ഥലം മാത്രം കിളച്ച്, അതായത് നമ്മൾ ചെടി നടാനുള്ള ഭാഗം മാത്രം കിളച്ച് ചെടി നടാൻ നോക്കരുത്. അല്ലാതെ നമ്മൾ ചെടികൾ നടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലം നമ്മളൊന്ന് കിളച്ചിളക്കി അതിലേക്കാണ് നമ്മൾ കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മൾ ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യുന്നത് എങ്കിൽ, അതായത് വീടുകളിൽ ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് 1 2 വിളവ് കഴിഞ്ഞ ഗ്രോ ബാഗ് അത് നമ്മൾ നല്ലതുപോലെ സൂര്യപ്രകാശം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് അതിന് ചെറിയൊരു നനവ് കൊടുത്ത് നമ്മൾ ആ ഗ്രോ ബാഗിലെ പോട്ടി മിക്സിനെ, അതായത് ഉപയോഗശൂന്യമായിരിക്കുന്ന പോട്ടി മിക്സിനെ നമ്മൾ സൂര്യപ്രകാശത്തിൽ ഒരു 3-4 ദിവസം നിരത്തി വെച്ചതിന് ശേഷം പറ്റുമെങ്കിൽ അതിനെ ആ മണ്ണിനെ മാറ്റിയിട്ട് പകുതി നമ്മളെ പുരയിടത്തിലെ നല്ല മേൽമണ്ണും കൂടി ചേർത്തിളക്കി പകുതി ഗ്രോ ബാഗിലെ മണ്ണും കൂടി എടുത്ത് വേണമെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയവും അതുപോലെ തന്നെ നമുക്ക് കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യം എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് നല്ല വെയിൽ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് നല്ലതുപോലെ മഴയും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാലാവസ്ഥയാണ് ഈ ഡിസംബർ ജനുവരി മാസം തൊട്ട് അങ്ങോട്ട് പോകെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വരും മാസങ്ങൾ നമുക്ക് കൃഷിക്ക് നല്ല അനുയോജ്യമായ സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൽ നിന്നുള്ള നമ്മുടെ കീടങ്ങളുടെ സുഷുപ്താവസ്ഥയെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുന്ന, അതായത് കീടങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് സൂര്യതാപീകരണം എന്ന് പറയും. അതിനായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ കിളച്ചിളക്കിയിട്ടിരിക്കുന്ന മണ്ണിലേക്ക് ഒരു 50% നനവ്, അതായത് പുട്ടിൻ്റെ നനവിൽ വെള്ളം നമ്മളൊന്ന് കുടഞ്ഞ് നനച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 150 kg ഒരു പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടി അതിൻ്റെ സൈഡുകളിൽ നമ്മൾ മണ്ണിട്ട് എയർ അകത്തേക്ക് കയറാത്ത വിധം മൂടി ഒരു 40 ദിവസം അല്ലെങ്കിൽ ഒരു 30 ദിവസം വെച്ചേക്കുക. അങ്ങനെ നമ്മൾ എടുക്കുമ്പോഴേക്കും നമ്മളെ മണ്ണിലെ കീടങ്ങളെല്ലാം നശിച്ച് മണ്ണ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണായി മാറും. നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ സൈഡുകളിൽ നമ്മൾ ഈ മണ്ണ് വെച്ച് മൂടുന്നതെന്ന് പറഞ്ഞാൽ എയർ പോലും അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു രീതിയെയാണ് നമ്മൾ സൂര്യതാപീകരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഒരു സ്ഥലത്ത് നമ്മൾ ഒരു പച്ചക്കറി കൃഷി ചെയ്തു കഴിഞ്ഞാൽ അതേ കൃഷി തന്നെ പിന്നെയും ചെയ്യാതിരിക്കുക. അതായത് നമ്മൾ പയർ കൃഷി ചെയ്ത സ്ഥലത്ത് വേറെന്തെങ്കിലും കൃഷി ചെയ്യുക, വെണ്ടയോ അങ്ങനെ എന്തെങ്കിലും, വല്ല വാളരിപ്പയറോ കുക്കുംബറോ അങ്ങനെയൊക്കെ മാറ്റിയും തിരിച്ചും നമ്മൾ കൃഷി ചെയ്യണം. അതായത് ഒരു തവണ നമ്മൾ പയർ കൃഷി ചെയ്താൽ അവിടെ നല്ല വിളവ് കിട്ടിയെങ്കിൽ അടുത്ത തവണയും അവിടെ വിളവ് അത് പയർ കൃഷി തന്നെ ചെയ്യാതിരിക്കുക, മറ്റെന്തെങ്കിലും കൃഷി ചെയ്യുക. ഇതിനെയാണ് നമ്മൾ വിള പരിവർത്തനം എന്ന് പറയുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മളെ പയർ കൃഷി ചെയ്ത മണ്ണിൽ
പയറിനെ ആക്രമിക്കുന്ന കീടങ്ങളും വണ്ടുകളും അതേ മണ്ണിൽ തന്നെ കാണും. അപ്പോൾ അത് വീണ്ടും പൂർവാധികം ശക്തിയോടെ നമ്മളെ ചെടികളെ ആക്രമിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ വിള പരിവർത്തനം നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പച്ചക്കറി ചെടികളിൽ തന്നെ ഒരേ കുടുംബത്തിൽപ്പെട്ട ചെടികളുണ്ട്. അതായത് ഒന്ന് വഴുതന, പച്ചമുളക്, അതുപോലെ തന്നെ തക്കാളി. ഇങ്ങനെയുള്ള ചെടികൾ, അതായത് ഒരു തവണ നമ്മൾ തക്കാളി കൃഷി ചെയ്ത മണ്ണിൽ വീണ്ടും മുളക് നടാതിരിക്കുക. അവിടെ നമ്മൾ വേറെന്തെങ്കിലും നടുക, വെണ്ടയോ വല്ല പയറോ അങ്ങനെ എന്തെങ്കിലും നടുക. അപ്പോൾ നമ്മുടെ കൃഷി രീതിയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വിള പരിക്രമണം എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവരും, കൃഷി ചെയ്യുന്ന എല്ലാവരും അത് ചെയ്തേ പറ്റൂ. ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല വിളവ് ലഭിക്കൂ. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ കേരളത്തിലെ മണ്ണിൽ പുളിരസം, അതായത് അമ്ലത്വം വളരെ കൂടുതലാണ്. അതായത് നമ്മൾ മണ്ണ് പരിശോധന നടത്തുമ്പോൾ പ്രധാനമായും കാണുന്നതെന്ന് പറഞ്ഞാൽ 4നും 5നും ഇടയ്ക്കുള്ള ഒരു pH ആണ് സാധാരണഗതിയിൽ കാണുന്നത്. അപ്പോൾ ഈ പുളിരസം കൂടുമ്പോൾ ഉണ്ടാകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും ചെടികൾക്ക്. അതായത് കീടരോഗങ്ങളുടെ ആക്രമണം മണ്ണിൽ കൂടുതലായിട്ട് ചെടിക്കുണ്ടാവും. അതായത് നമ്മൾ അമ്ലത്വം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മണ്ണിൽ പുളിരസം കൂടുതലായിട്ട് വരും. അതായത് ഇരുമ്പിൻ്റെ അംശം കൂടുതലായിട്ട് കാണും. അയണാണ് കൂടുതലായിട്ട് കാണുന്നത്. ഈ ഇരുമ്പിൻ്റെ അംശം പൊതുവേ നമ്മളെ മണ്ണിൽ കൂടുമ്പോൾ നമ്മുടെ ചെടികൾക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അതുപോലെ നമ്മളെ മണ്ണിൽ പുളിരസം കൂടുമ്പോൾ, അമ്ലത്വം കൂടുമ്പോൾ, ഇരുമ്പിൻ്റെ അംശം കൂടുമ്പോൾ നമ്മളെ മണ്ണിൽ നിന്നും ചെടികൾക്ക് ആവശ്യമുള്ള മൂലകങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവിനെ ഈ അമ്ലത്വം നശിപ്പിക്കുന്നു. അതായത് ചെടിക്ക് വേണ്ടുന്ന വളർച്ചയ്ക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ മണ്ണിൽ നിന്നും ചെടിക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായി മാറും. അപ്പോൾ ഇതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ മണ്ണ് ഫുള്ളാക്കി കിളയ്ക്കുക, നല്ലതുപോലെ ഒരു 3-4 ദിവസം വെയിൽ കൊള്ളിക്കുക, അതിലേക്ക് കുമ്മായപ്പൊടി വിതറി നമ്മളൊരു 14 ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് 15 ദിവസം മണ്ണ് ട്രീറ്റ് ചെയ്ത് ഇട്ടതിന് ശേഷം മാത്രം ചെടികൾ മറ്റ് മൂലകങ്ങൾ കൊടുത്ത് നമ്മൾ നടുക. അതുപോലെ തന്നെ പുളിരസം മാറ്റാൻ, അതായത് അമ്ലത്വം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കുമ്മായം, പൊടിഞ്ഞ കുമ്മായപ്പൊടി, അതുപോലെ തന്നെ ഡോളോമേറ്റ്. എന്നാൽ ഏറ്റവും കൂടുതൽ മണ്ണിലെ പുളിരസത്തെ ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് നമ്മളെ പൊടിഞ്ഞ കുമ്മായപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മണ്ണ് നല്ലതുപോലെ കിളച്ചിളക്കിയ ശേഷം മണ്ണിനെ ഈ 50% നനവ് കൊടുത്ത് തന്നെ ഒന്ന് നനച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ കുമ്മായപ്പൊടി, അതായത് 1 സെൻറ്റിലേക്ക്, വീണ്ടും പറയുകയാണ്, 1 സെൻറ്റിലേക്ക് കുറഞ്ഞത് 3 കിലോഗ്രാം വരെ കുമ്മായപ്പൊടി, പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കൃഷി ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മണ്ണിലെ പുളിരസം പൂർണ്ണമായും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുമ്മായം എന്ന് പറയുന്ന സാധനം, അതായത് കാൽസ്യം കാർബണേറ്റ്, അതിൽ നിന്നും കാൽസ്യത്തിൻ്റെ അളവ് നമുക്ക് നമ്മളെ ചെടികൾക്ക് ധാരാളമായി കിട്ടും. അതായത് നമ്മുടെ ചെടിയുടെ വേരുകളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായി വേണ്ടുന്ന ഒരു സാധനമാണ് കാൽസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാൽസ്യത്തിൻ്റെ ഒരു റിച്ച് സോഴ്സ് തന്നെയാണ് നമ്മളെ കുമ്മായപ്പൊടി എന്ന് പറയുന്നത്. മണ്ണിലെ pH ലെവൽ അത് 6 ശേഷം മാത്രം കൃഷി ചെയ്യുക. നിങ്ങളെ കയ്യിൽ pH മീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ pH ലെവൽ 6 ആയിരിക്കണം എപ്പോഴും കൃഷിക്ക് അനുയോജ്യമായ ഒരു ലെവൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ മണ്ണിൽ കുമ്മായം ചേർത്ത് ഇളക്കി ട്രീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളെ മണ്ണിൻ്റെ pH ലെവൽ ഈ പറഞ്ഞ രീതിയിൽ 6 വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മണ്ണിൽ നമ്മളെപ്പോഴും കിളച്ചിളക്കിയ ശേഷം ഈ 2 മുതൽ 3 കിലോഗ്രാം വരെ കുമ്മായപ്പൊടി നമ്മൾ മണ്ണിൽ ചേർത്തിളക്കി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇട്ടേക്കണമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ പല കർഷകരിലും കാണുന്ന ഒരു ശീലമാണ് നമ്മൾ മണ്ണ് കിളച്ചിളക്കി ഇട്ടതിന് ശേഷം നനവ് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് കുമ്മായം വിതറിയിട്ടിട്ട് പോകുന്നത്.
അങ്ങനെ വിതറിയിട്ടത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇത് മണ്ണുമായിട്ട് നല്ലതുപോലെ ഒന്നും കൂടി കിളച്ച് മിക്സ് ചെയ്ത് തന്നെ ചേർത്തിരിക്കണം. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കുമ്മായപ്പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മളെ മണ്ണ് ഭയങ്കരമായിട്ട് ഉണങ്ങാൻ പാടില്ല, ഡ്രൈ ആയി പോകാൻ പാടില്ല. അതിലേക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെറുതായിട്ടൊന്ന് ഓസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ടോ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കണം. ചെറിയൊരു നനവ് എപ്പോഴും ഈ 14 ദിവസം വരെ ഈ മണ്ണിൽ നിലനിൽക്കുകയും വേണം. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മണ്ണിൽ എത്രത്തോളം ജൈവാംശം നിലനിർത്താൻ കഴിയുമോ അത്രത്തോളം ജൈവാംശം മണ്ണിലേക്ക് കൊടുക്കുക. മണ്ണിൽ ജൈവാംശമുണ്ടെങ്കിൽ മാത്രമേ ചെടികളുടെ നല്ല വളർച്ചയെ അത് പ്രോത്സാഹിപ്പിക്കൂ. അതായത് നമ്മുടെ ജൈവകൃഷിയുടെ ഒരു കണക്കനുസരിച്ച് നോക്കുന്നെങ്കിൽ 1 സെൻറ്റിലേക്ക് 100 കിലോഗ്രാമെങ്കിലും നമ്മൾ ആ ജൈവവളങ്ങൾ ചേർത്ത് മണ്ണിലേക്ക് ഇളക്കിയിരിക്കണം. ഇതാണ് നമ്മുടെ ശാസ്ത്രീയമായ ഒരു കണക്ക്. അപ്പോൾ 1 സെൻറ്റിലേക്ക് നമ്മൾ 100 കിലോ ജൈവവളം എന്ന് പറയുമ്പോൾ പല മച്ചാന്മാർക്കും അതൊരു അത്ഭുതമായിട്ട് തോന്നാം. എന്നാൽ നമ്മൾ അത് ഒരു ഇനത്തിൽപ്പെട്ട ജൈവവളം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് ഒരു 50% വരെ പച്ചില വളങ്ങളും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതായത് പെട്ടെന്ന് അഴുകി മണ്ണിലേക്ക് ചേരുന്ന എന്നാൽ നല്ല നൈട്രജൻ്റെയും അതുപോലെ തന്നെ പൊട്ടാഷിൻ്റെയും ഒക്കെ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ള പച്ചിലകൾ നമുക്ക് ലഭ്യമാണ്. അതായത് ഒന്ന് വാഴത്തടയില, വാഴത്തടകൾ, വാഴയുടെ പാർട്സുകൾ കട്ട് ചെയ്തുള്ള ഭാഗങ്ങൾ നമ്മൾ ഈ മണ്ണിലേക്ക് ജൈവവളമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ശീമക്കൊന്ന ഇല, കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല, അതുപോലെ തന്നെ വട്ട എന്ന് പറയുന്ന ആ ചെടിയുടെ ഇല, ഇതൊക്കെ നമുക്ക് മണ്ണിലേക്ക് ജൈവവളമായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്തും കൊണ്ടാണ് നമ്മൾ ഈ 100 കിലോ എന്നൊരു കണക്ക് ഉള്ളത്. അതിനുശേഷം ബാക്കി 50% മാത്രം നമ്മളെ കാലിവളങ്ങൾ, അതായത് ചാണകപ്പൊടി, ആട്ടുംകാഷ്ടം, കോഴിവളം, ഇത് മണ്ണിര കമ്പോസ്റ്റ്, ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നാൽ ഈ ചാണകപ്പൊടിയും ആട്ടുംകാഷ്ടവും കോഴിവളവും ഒക്കെ നല്ലതുപോലെ ഉണങ്ങി പൊടിഞ്ഞതായിരിക്കണം. അതുപോലെ തന്നെ ഇത് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന് കമ്പോസ്റ്റ് ചെയ്യുക. അതായത് ചെറിയൊരു നന കൊടുത്ത് ഒരു 10-15 ദിവസം വെച്ചിരിക്കുമ്പോഴേക്കും ഈ കാലിവളങ്ങളിലെ ചൂട്, അതായത് അധികമായിട്ടുള്ളൊരു ചൂടുണ്ട്, അത് കളഞ്ഞതിന് ശേഷം മാത്രം ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെ ചെടിക്ക് അതിനെ പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റും. അതായത് ഉണങ്ങി പൊടിഞ്ഞ് ചെറിയൊരു നനവോട് കൂടിയുള്ളതാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെടിക്ക് അതിനെ വലിച്ചെടുക്കാനും സാധിക്കും. അതായത് പച്ച ചാണകം മറ്റ് ഇതൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അത് നല്ലതുപോലെ പൊടിഞ്ഞ് ചെടിക്ക് വലിച്ചെടുക്കാനുള്ള പാകമാകുമ്പോഴേക്കും നമ്മളെ പച്ചക്കറി ചെടികളുടെ വിളവ് കഴിഞ്ഞു കാണും. അപ്പോൾ നമ്മൾ കൃഷിക്കായിട്ട് നമ്മളെടുത്തിരിക്കുന്ന മണ്ണിൽ 1 സെൻറ്റിലേക്ക് കുറഞ്ഞത് നമ്മൾ ഒരു 100 കിലോഗ്രാം ജൈവവളം ചേർത്തിരിക്കണം. അതും പലതരത്തിലുള്ള ജൈവവളങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് നമുക്ക് ഒത്തിരി ലാഭകരവും. അതുപോലെ തന്നെ നമ്മൾ ഈ ക്യാബേജ്, അതുപോലെ തന്നെ കോളിഫ്ലവർ എന്ന് പറയുന്ന ചെടികളൊക്കെ നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്ന സമയമാണ്. ഇപ്പോഴല്ല, നവംബർ ഒരു 15-20 ആ ഒരു ടേണിലാണ് നമ്മൾ ഈ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ കൃഷി ചെയ്യുന്നത്. എന്നാൽ നമ്മളെ കാലാവസ്ഥയിലുള്ള ചെറിയ വ്യതിയാനങ്ങൾ കാരണം നമ്മൾ ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് നമുക്ക് നല്ലൊരു കാലാവസ്ഥ കിട്ടിത്തുടങ്ങിയത്. അപ്പോൾ ഈ സമയത്തും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചെടി നട്ട് അത് ഒരു 70-90 ദിവസത്തിനകം വെച്ച് നമ്മളെ ചെടിയിലെ, അതായത് ക്യാബേജിലെയും കോളിഫ്ലവറിലെയും ഒക്കെ വിളവെടുപ്പ് കഴിയും. അപ്പോൾ വളരെ ചെറിയൊരു കാലയളവിലാണ് നമ്മളെ ചെടിയുടെ വിളവെടുപ്പ് നമ്മളെ കൃഷിസ്ഥലത്ത് ഉണ്ടാവുക. അപ്പോൾ ഈ ചെടികൾക്ക് നമ്മൾ മാക്സിമം വളങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതും ജൈവവളങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കമ്പോസ്റ്റ് ആക്കി അതിന് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് നല്ലതുപോലെ പൊടിഞ്ഞ്
നേരത്തെ പറഞ്ഞതുപോലെ നനച്ച് നമ്മളൊരു 10-15 ദിവസം വെച്ചതിന് ശേഷം ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ കൊടുത്താൽ നമ്മളെ ചെടികൾക്ക് നല്ല ഗ്രോത്ത് കിട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഏത് തരം ചെടികളാണ് നടുന്നത്, അതായത് ഏത് പച്ചക്കറി ചെടിയാണ് നടുന്നോ അതിന് വരാനുള്ള അസുഖങ്ങൾ, അതായത് കീടരോഗങ്ങൾ, അതിനെക്കുറിച്ചൊരു ചെറിയ ഒരു ചിത്രം നമ്മളുടെ മനസ്സിൽ കാണണം. അതായത് ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം കൃഷി ചെയ്യുന്ന കൃഷികളാണ് ഈ മത്തൻ, വെള്ളരി, അതുപോലെ തന്നെ നമ്മളെ പാവയ്ക്ക, അതായത് കൈപ്പയ്ക്ക എന്നൊക്കെ പറയുന്ന അത്, പടവലം, ഇതൊക്കെ നമുക്കിപ്പോൾ കൃഷി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇതിനൊക്കെ വരുന്ന ഒരു പ്രധാന ഒരു കീടങ്ങളുടെ ആക്രമണം എന്ന് പറയുന്നതാണ് കായീച്ചയുടെ ശല്യം. അപ്പോൾ ഈ കായീച്ചയെ പ്രതിരോധിക്കാനുള്ള മരുന്നും കൂടി നമ്മൾ, അതായത് അതിനുള്ള കീടനാശിനിയും കൂടി നമുക്ക് മനസ്സിൽ കണ്ടു വേണം നമ്മൾ ഈ കൃഷി ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കായീച്ചയുടെ ശല്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് ജൈവ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മുടെ കൃഷി തോട്ടത്തിന് 4 ചുറ്റാകെ, അതായത് ഒരു വേലി കെട്ടിയതുപോലെ നമുക്ക് ഒരു ചെറിയ അകലത്തിൽ ഈ ജെണ്ടുമല്ലി ചെടി നടുക, അതുപോലെ തന്നെ ചോളച്ചെടി നടുക. ഇതൊക്കെ നട്ടുകൊടുത്താൽ ഈ കായീച്ചയുടെ ശല്യം നമുക്കൊരു 80% വരെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ആ പയർ കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ആ പയർ കൃഷിയെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ഒരു കീടരോഗമാണ്, ഒരു കീടം തന്നെയാണ് നമ്മളെ ഏഫിഡ്സ്, അതായത് മുഞ്ഞ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചീരച്ചെടി നമുക്ക് ഇതിന് അടുത്തായിട്ട് നമുക്ക് ചീരച്ചെടി വെച്ച് കൊടുക്കാം. അതിന് നമുക്ക് ഓരോ തടത്തിലും ഒരു 2-3 മൂട് പയർ നിൽക്കുന്നെങ്കിൽ അതിൻ്റെ ചുവട് ഭാഗത്ത് നമുക്ക് ഓരോ 2-3 മൂട് ചീരയും കൂടി നമുക്കത് നട്ടുകൊടുത്താൽ ഏഫിഡ്സിൻ്റെ ആക്രമണം നമുക്ക് വളരെ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ ജെണ്ടുമല്ലി, അതായത് ബന്ദിപ്പൂ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടി, ആ ചെടി നമ്മളെ കൃഷിയിടത്ത് വെച്ച് പിടിപ്പിച്ചാൽ അതിൻ്റെ വേര് ഭാഗത്തിന് മുകളിലായി കാണ്ഡഭാഗം കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് മണ്ണിലേക്ക് ദ്രവിച്ച്, അതായത് കമ്പോസ്റ്റായി മണ്ണിലേക്ക് ചേരുമ്പോൾ ആ ഭാഗത്ത് ഈ മണ്ണിരയുടെ ആക്രമണം നിമാവിരയുടെ ആക്രമണം വളരെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ രാസകീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ, അതായത് വിഷാംശമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കാതെ നമുക്ക് പ്രകൃതിദത്തമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ കീടങ്ങളെ ചെറുക്കുവാനുള്ള ഒരു ബോർഡർ സെക്യൂരിറ്റി പോലെ നമുക്ക് ഈ ചെടികളെയൊക്കെ വളർത്തി നമ്മളാ കായീച്ചയുടെ ശല്യമൊക്കെ ഒഴിവാക്കി, മുഞ്ഞയുടെ ശല്യമൊക്കെ ഒഴിവാക്കി നമുക്ക് കൃഷിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെ ചെടിയെ ആക്രമിക്കുന്ന കീടങ്ങളുടെ ഒരു ചിത്രം നമ്മളുടെ മനസ്സിൽ കാണണമെന്ന്. അതുപോലെ തന്നെ വെള്ളരി കൃഷിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വെള്ളരി കൃഷി ചെയ്ത തടത്തിൽ, അതായത് ആ ചെടിയുടെ ചുവട് ഭാഗത്ത് നമുക്ക് മല്ലിയില, അതായത് ഈ ആഫ്രിക്കൻ മല്ലിയിലയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഇപ്പം കിട്ടുമല്ലോ നമുക്ക്, നല്ല മണമുള്ള ഒരു മല്ലിയിലയുടെ മണമൊക്കെ ഉള്ള ആ മല്ലിയില തൈ നമ്മൾ വെച്ച് കൊടുത്താൽ നമ്മളെ മത്തം വണ്ടിൻ്റെ ആക്രമണം നമ്മളെ ചെടികളിൽ നിന്നും കുറയ്ക്കാൻ സാധിക്കും. അതായത് വെള്ളരി ചെടിയിൽ നിന്ന് അതിനെ മാറ്റിയെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മണ്ണിൽ ജൈവവളം ചേർക്കുമ്പോൾ ജൈവവളം നല്ലതുപോലെ മണ്ണിൽ ചേർത്തിളക്കി കിളച്ചിളക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ചെടി നടാവൂ. അതുപോലെ തന്നെ ചെടി അല്പം വളർന്നു കഴിഞ്ഞാൽ ആ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ജൈവവളം ഇട്ട് കൊടുക്കുമ്പോൾ ആ ജൈവവളത്തിന് മുകളിലേക്ക് മേൽമണ്ണ് നമ്മൾ ഇട്ട് ഈ ജൈവവളത്തിനെ മൂടിക്കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളെ പച്ചക്കറി കൃഷിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജൈവ വസ്തുക്കൾ കൊണ്ടുള്ള പൊതയിടൽ. അതായത് നമുക്ക് പച്ചില, അതുപോലെ തന്നെ മറ്റ് പെട്ടെന്ന് അഴുകുന്ന പച്ചിലകളൊക്കെ ചേർത്ത് നമുക്ക് പൊതയിടാം. ശീമക്കൊന്ന ഇല കൊടുക്കാം, അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് വെച്ച ഇലകളൊക്കെ കൊടുത്ത് നമുക്ക് പൊതയിടാം. കരിയില, ഉണങ്ങിയ കരിയില എന്നിവയൊക്കെ കൊടുക്കാം.
അതായത് ഈ ചൂട് സമയത്ത് ഇപ്പം നല്ല വേനൽ സമയമാണല്ലോ, ഈ സമയത്ത് നമ്മൾ ചെടി അതായത് മണ്ണിൽ വിത്ത് പാകിക്കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് നമ്മൾ പൊതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കുകയും ആ മണ്ണിൽ ജലാംശം കൂടുതലായിട്ട് നിലനിൽക്കുകയും ചെയ്യും. ജലാംശം മണ്ണിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ജൈവവളമായാലും ശരി രാസവളമായാലും ശരി ചെടിക്ക് കൊടുത്താൽ അതിന് ആ വളത്തെ ചെടിക്ക് സ്വീകരിക്കാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ വളം കൊടുക്കുന്നതിന് മുമ്പായി നമ്മൾ മണ്ണ് നല്ലതുപോലെ നനച്ചിരിക്കണം. വളമിട്ടതിന് ശേഷവും എത്രത്തോളം വളം, അതായത് നമ്മൾ 1 സെൻറ്റിലേക്ക് 1 കിലോ വളമാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ ഒരു 10 ലിറ്റർ വെള്ളമെങ്കിലും ആ ചെടിക്ക് നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഈ മണ്ണിലേക്ക് കരിയിലയോ മറ്റ് സാധനങ്ങളോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ജൈവവസ്തുക്കൾ ഉപയോഗിച്ച് പൊതയിട്ട് കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളം നമ്മൾ 10 ലിറ്റർ വെള്ളത്തിന് ഗുണം ചെയ്യും. കാരണം നമ്മളെ മണ്ണിലെ, അതായത് നമ്മൾ നട്ടിരിക്കുന്ന ചെടിയുടെ ചുവട്ടിലെ നനവ് അതുപോലെ നിലനിൽക്കും. ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പുരയിടത്തിൽ തന്നെ, അതായത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഇനിയിപ്പോൾ ഇല പൊഴിയുന്ന സമയമാണ്, ഈ ഇല പൊഴിയുന്ന ഇലയെല്ലാം നമുക്ക് തൂത്തുവാരിക്കൊണ്ടുവന്ന് അത് ഏത് ഉണങ്ങിയ ഇലയും നമുക്ക് ചേർക്കാം. റബ്ബറിൻ്റെ ഇല വേണമെങ്കിൽ ചേർക്കാം, വലിയ വൃക്ഷങ്ങളുടെ ഇല വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഏതിട്ടാലും നമ്മൾ നനവ് കൊടുക്കണം എന്ന് മാത്രം. അതായത് ജൈവവളത്തിലൂടെയുള്ള സൂക്ഷ്മാണുക്കളുടെ വളർച്ച, അതായത് അത് പെരുകി ധാരാളമായി നമ്മളെ ചെടിക്ക് കിട്ടണമെങ്കിൽ സൂക്ഷ്മാണുക്കളാണല്ലോ, മണ്ണിലെ സൂക്ഷ്മാണുക്കളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളത്തെ ചെടിക്ക് ഭക്ഷണമാക്കാൻ പാകത്തിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതയിട്ട് കൊടുത്താൽ മാത്രമേ ഈ ജൈവവളങ്ങൾ വിഘടിച്ച് പെട്ടെന്ന് ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ ഈ ചെടിയുടെ ചുവട്ടിലേക്ക് അധികമായിട്ടുള്ള വെയിൽ ഏൽക്കുന്നതിലൂടെ ഈ മണ്ണിലെ ജീവാണുക്കൾ, സൂക്ഷ്മ ജീവാണുക്കൾ നശിക്കുകയും അതോടൊപ്പം തന്നെ ചെടി നശിച്ചു പോവുകയുമാണ് ചെയ്യുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാലിവളങ്ങളൊക്കെ കൊടുക്കുന്നു. അതായത് മണ്ണിര കമ്പോസ്റ്റ്, അതുപോലെ തന്നെ ഈ ചാണകം, ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകം, അല്ലെങ്കിൽ ഡൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി, കോഴിവളം, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നനവ് ഇല്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പൊതയില്ല എന്നുണ്ടെങ്കിൽ ഇത് വെറുതെ മണ്ണിൽ അവശിഷ്ടമായി അവശേഷിക്കുകയുള്ളൂ. ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ സാധിക്കില്ല. ഇത് നനഞ്ഞാൽ മാത്രമേ, നല്ല ചെറിയൊരു നനവോടുകൂടി നിലനിന്നാൽ മാത്രമേ ചെടിക്ക് അതിനെ സ്വീകരിക്കാൻ പറ്റൂ. അതുകൊണ്ടും കൂടിയാണ് ഈ പൊതയിട്ട് കൊടുക്കണമെന്ന് പ്രത്യേകം പറയുന്നത്. അപ്പോൾ നമ്മൾ പൊതയിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ചെടി ഈ കരിയിലയാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ അടിയിലിരുന്ന് അമുങ്ങി നശിച്ചു പോകാതെ നമ്മൾ നോക്കിക്കൊള്ളണം. അതായത് നമ്മളെ ചെടി പൊടിച്ച് വരാൻ പാകത്തിൽ നമ്മൾ പൊതയിട്ട് കൊടുക്കണം. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്മളിട്ട് കൊടുക്കുന്ന, ധാരാളമായിട്ട് ഇട്ട് കൊടുക്കുന്ന കരിയിലയുടെയൊക്കെ അടിയിലിരുന്ന് നമ്മളെ പൊടിച്ചു വരുന്ന വിത്തുകൾ അത് അവിടെ ഇരുന്ന് അഴുകി നശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതും കൂടി ശ്രദ്ധിക്കണം പൊതയിടുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതുപോലെ പൊതയിട്ട് കൊടുക്കുന്നതിലൂടെ നമ്മളെ ചെടികൾക്കുണ്ടാവുന്ന ഗുണമെന്ന് പറഞ്ഞാൽ മണ്ണിലെ നനവിനെ നിലനിർത്താൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ചെടികൾക്ക് അധികം വെയിലേൽക്കാതെ ചുവട് ഭാഗത്ത് വെയിലേറ്റ് അതിൻ്റെ ജലാംശം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ ചെടികൾക്ക് മണ്ണിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ജൈവവളങ്ങൾ നല്ലതുപോലെ സ്വീകരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് നമ്മൾ പൊത കൊടുക്കുന്നതിലൂടെ സാധിക്കുന്നത്. കൂടുതലായും നമുക്ക് ജലലാഭവും ഇതിലൂടെ നമുക്ക് നേടാൻ സാധിക്കും. അതായത് ചൂട് സമയത്ത് നമ്മൾ തോനെ വെള്ളമൊന്നും ഒഴിച്ച് ഡെയിലി കണ്ടമാനം വെള്ളം കോരി ഒഴിച്ച് നനയ്ക്കേണ്ട. നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് ഒരു ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ആ നനവ് അതുപോലെ നിലനിൽക്കും. അതുപോലെ തന്നെ നമ്മൾ പൊതയായിട്ടിട്ട് കൊടുക്കുന്ന ജൈവവസ്തുക്കൾ പൊടിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ ചെടിക്ക് നല്ലൊരു വളമായി അതും മാറും. അതുപോലെ തന്നെ നമ്മൾ ജൈവകൃഷി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല ഇനം വിത്തുകൾ മാത്രം നമ്മൾ നടാൻ വേണ്ടി സെലക്ട് ചെയ്യുക. അതായത് വിത്ത് ഗുണം 10 ഗുണം.
നല്ല വിത്തുകൾ നട്ടാൽ മാത്രമേ നമ്മളെ ചെടിയിൽ നിന്നും നമുക്ക് കൃഷിയിലൂടെ നമുക്ക് നല്ല വരുമാനവും നല്ല വിളവും ലഭിക്കൂ. അതായത് നമ്മൾ തക്കാളി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായും വരുന്നതെന്ന് പറഞ്ഞാൽ വാട്ടരോഗം. ആ വാട്ടരോഗത്തെയൊക്കെ ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള ഹൈബ്രിഡായിട്ടുള്ള വിത്തുകൾ വാങ്ങുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള വിത്തുകൾ വാങ്ങുമ്പോൾ നമുക്ക് അല്പം പൈസ കൂടുതലായിരിക്കും, എന്നാൽ നമുക്ക് നല്ല വിളവ് അതിലൂടെ കിട്ടും. അതുപോലെ തന്നെ നമ്മളെ കാർഷിക സർവകലാശാലയുടെ കീഴിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ ശക്തി, മുക്തി, അനഘ ഇതൊക്കെ നമ്മളെ ഈ പറയുന്ന രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള നല്ല വിത്തുകളാണ് ഇതൊക്കെ. ഇത് നമ്മുടെ പരിതസ്ഥിതിക്ക് അനുയോജ്യമായ വിത്ത്, അതായത് നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മളെ കൃഷി രീതിക്കും അനുയോജ്യമായ വിത്തുകളാണ് ഈ പറഞ്ഞ ഇനങ്ങൾ. അപ്പോൾ നമ്മൾ ഈ വിത്തിനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും പച്ചക്കറി കൃഷിയിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുന്ന സമയത്ത് അതിന് ഗ്രോ ബാഗിലായാലും ശരി എന്തിൽ കൃഷി ചെയ്താലും നമ്മുടെ മണ്ണിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മളെ കൃഷിയെ സഹായിക്കാൻ കഴിയുന്ന കുറച്ച് മിത്ര കീടാണുക്കളെ കൂടി നമ്മൾ മണ്ണിലേക്ക് കൊടുക്കണം. അതായത് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു മിത്ര കീടാണുവാണ് നമ്മുടെ സൂഡോമോണസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൃഷിയോടൊപ്പം എപ്പോഴും നമ്മളൊരു ചെറിയ തോതിൽ അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന അളവിൽ, 20 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു തീപ്പെട്ടിക്കൂടിനകത്ത് കൊള്ളുന്നത്, അല്ലെങ്കിൽ 4 ടീസ്പൂൺ സൂഡോമോണസ് ഇത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ ചെടിയുടെ ചുവട് ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെടികളുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും കുടഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് നമുക്കെല്ലാവർക്കും അറിയാം, ഇതൊരു മിത്ര ബാക്ടീരിയയാണ്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന മണ്ണിൽ മിത്ര ബാക്ടീരിയയുടെ അളവ് മാക്സിമം നമ്മൾ കൂട്ടിക്കൊണ്ട് തന്നെ കൃഷി ചെയ്യണം. അപ്പോൾ നമ്മളെ മണ്ണിൽ വരുന്ന മറ്റ് കീടാണുക്കൾ, അതായത് നമ്മളെ കൃഷിയെ നശിപ്പിക്കുന്ന കീടാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ മിത്ര കീടനാശിനിയായ ഈ സൂഡോമോണസിനുണ്ട്. അപ്പോൾ നമുക്ക് വിത്തുകൾ പാകുന്ന സമയത്തും വിത്തുകൾ നടുന്ന സമയത്തും നമുക്ക് സൂഡോമോണസിൽ പുരട്ടി വിത്തുകൾ പാകാം. അതായത് ചീര, മുളക്, കത്തിരി, വഴുതന ഇവയുടെ വിത്തുകളൊന്നും നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് നടുന്നതല്ല. ഇതിനെയൊക്കെ നമുക്ക് ഈ സൂഡോമോണസ് ലായനി ഉണ്ടാക്കി അതിൽ ഒന്ന് പുരട്ടി, അതായത് ലായനിയാക്കേണ്ട, ചെറിയ കുഴമ്പ് പരുവത്തിൽ നമ്മൾ ഒത്തിരി വെള്ളം നനച്ചൊന്ന് കുഴച്ചെടുക്കുക. ഇതിലേക്ക് നമ്മളെ വിത്തുകളെ ഒന്ന് പുരട്ടി വയ്ക്കുക. അതായത് നമ്മൾ ചീരവിത്താണ് പാവാൻ പോകുന്നത് എങ്കിൽ 1 സ്പൂൺ ചീരവിത്ത് എടുത്ത ശേഷം അതിലേക്ക് 2 സ്പൂൺ നമ്മളെ സൂഡോമോണസ് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ സൂഡോമോണസിനെ ഒരു 2-3 തുള്ളി പുളിച്ച കഞ്ഞിവെള്ളം, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചാണകപ്പാൽ കിട്ടുമെങ്കിൽ ചാണകപ്പാൽ, ഇതൊന്ന് കലക്കിയതിന് ശേഷം ഇതിനെ ഒരു 2-3 തുള്ളി ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി വിത്തുകളെ ഈ ഒരു കുഴമ്പിലേക്ക് നല്ലതുപോലെ വിത്തുകളിൽ എത്തത്തക്ക വിധത്തിൽ പുരട്ടി വെച്ചേക്കണം. എന്നിട്ട് ചെറിയ തണലിൽ വെച്ച് അരമണിക്കൂർ ഉണക്കിയതിന് ശേഷം നമുക്ക് വിത്തുകൾ പാകാനായിട്ട് എടുക്കാം. അപ്പോൾ മണ്ണിൽ നിന്നും നമ്മളെ ചീരച്ചെടിയെ ആക്രമിക്കാൻ വരുന്ന ശത്രുകീടങ്ങളുടെ അടുത്ത് ചെറുത്ത് നിൽക്കാൻ സൂഡോമോണസ് എന്ന് പറയുന്ന മിത്രകീടം നമ്മുടെ മണ്ണിൽ എപ്പോഴും ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതായത് വിത്തിടുമ്പോൾ നമ്മൾ ചീരച്ചെടിയെ മറ്റ് രോഗങ്ങളുണ്ടല്ലോ, അതായത് കീടരോഗങ്ങൾ, അതുപോലെ തന്നെ ഈ ഇലപ്പുള്ളി രോഗം ഇതൊക്കെ വരും. ഇതിൻ്റെയൊക്കെ കീടങ്ങൾ മണ്ണിലേക്ക് എത്തുമ്പോൾ നമ്മൾ സൂഡോമോണസ് അതിനെയൊക്കെ പ്രതിരോധിച്ച് നിർത്തും. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്ന സൂഡോമോണസിന് പകരം നമ്മുടെ കൃഷിഭവൻ മുഖേന, അതായത് കൃഷിഭവൻ്റെ കീഴിലുള്ള ഈക്കോ ഫാമുകളുണ്ട്. ഈ ഈക്കോ ഫാമുകളിൽ നിന്നും ബയോ ലാബുകളിൽ നിന്നും വാങ്ങുന്ന സൂഡോമോണസ് ആയിരിക്കും ഏറ്റവും നല്ലത്. അതായത് വളരെ ആക്റ്റീവായിട്ടുള്ള
നമ്മുടെ സൂഡോമോണസാണ് ഇങ്ങനെയുള്ളത് കിട്ടുന്നത്. ഇത് തന്നെ കഴിവതും വാങ്ങാൻ നോക്കണം. അതുപോലെ തന്നെ സൂഡോമോണസ് നമുക്ക് 2 തരത്തിൽ കിട്ടും. അതായത് ലിക്വിഡ് രൂപത്തിലും കിട്ടും, അതുപോലെ തന്നെ പൗഡർ രൂപത്തിലും കിട്ടും. പൗഡർ രൂപത്തിലുള്ളതാണെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടികളിലേക്ക് കുടഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ ചുവട് ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നാൽ ലിക്വിഡ് രൂപത്തിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചുവട്ടിലൊഴിച്ചും കൊടുക്കാം. അപ്പോൾ നമ്മൾ സൂഡോമോണസ് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞത് വാങ്ങാൻ നോക്കരുത്. അതുപോലെ തന്നെ സൂഡോമോണസിന് നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു ഡേറ്റ് എന്ന് പറയുന്ന 6 മാസമായിരിക്കും. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങിയാൽ പെട്ടെന്ന് അത് ഉപയോഗിച്ച് തീർക്കണം. അതുപോലെ തന്നെ വെയിലുള്ള ഭാഗത്ത് ഇത് വെക്കാൻ പാടില്ല, തണലുള്ള ഭാഗത്ത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ തുറസായ ഭാഗത്ത് കൊണ്ടുവന്ന് തുറന്നു വയ്ക്കാനൊന്നും പാടില്ല. കാരണം ഇത് ഒരു ജീവനുള്ള മിത്രകീടാണുവാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം നല്ലതുപോലെ നടക്കണമെങ്കിലും അതുപോലെ തന്നെ ഇത് ഒരു 6 മാസം നമുക്ക് നല്ലതുപോലെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ഈ രീതികളെല്ലാം നല്ലതുപോലെ പാലിച്ചിരിക്കണം. അതുപോലെ പൊട്ടിച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കുന്നതാണ് വളരെ നല്ലത്. പിന്നെ ഈ സൂഡോമോണസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറി വിളകൾക്ക് നല്ല ഒരു കീടനാശിനി പ്രത്യേകിച്ച് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ രോഗങ്ങളെയൊക്കെ ചെടിക്ക് വരുന്ന മറ്റ് കീടരോഗങ്ങളെയൊക്കെ നമുക്കൊരു 85% വരെ കുറയ്ക്കുവാനും സാധിക്കും. അപ്പോൾ കുതിർക്കുന്ന വിത്തുകളാണെങ്കിലും കുതിർക്കാത്ത വിത്തുകളാണെങ്കിലും നമുക്ക് സൂഡോമോണസ് ഉപയോഗിച്ച് കൃഷി ചെയ്യാം. അതായത് ഇനി നമ്മൾ വെള്ളത്തിൽ മുക്കി, അതായത് കുതിർത്ത് നടുന്ന വിത്തുകളാണ് എന്നുണ്ടെങ്കിൽ ആ വിത്തുകളെ നമുക്ക് ഒരു 20 ഗ്രാം സൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് വിത്തുകളെ മുക്കി ഒരു അരമണിക്കൂർ വെച്ചേക്കുക. അതിന് ശേഷം ഒരു തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് കുതിർക്കാതെ ഉപയോഗിക്കുന്ന വിത്തുകളാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉപയോഗിക്കുക. അതായത് ഇത് ചാണകപ്പാലോ കഞ്ഞിവെള്ളമോ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ചെറിയൊരു നന കൊടുത്ത് ഇളക്കിയ ശേഷം വിത്തിലേക്ക് പുരട്ടി അരമണിക്കൂർ വെച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വിത്തുകൾ പാകുന്ന സമയത്ത് മാത്രം നമ്മൾ സൂഡോമോണസ് ഉപയോഗിച്ചാൽ പോരാ. ഈ ചെടികൾ വളർന്ന് നമ്മൾ, അതായത് ചീരച്ചെടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് നടുന്ന സമയത്ത് 75 മില്ലി വെള്ളത്തിൽ, അതായത് 1 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 25 ഗ്രാം സൂഡോമോണസ് നല്ലതുപോലെ ലയിപ്പിച്ച് അതിൽ ഒത്തിരി നേരം മുക്കി മുക്കികൾ വേര് നല്ലതുപോലെ മുക്കി വെച്ചതിന് ശേഷം മാത്രം നടുക. ഈ ചെടിയുടെ വേരുകൾ നമുക്ക് ഈ ലായനിയിൽ മുക്കി അരമണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വെച്ചേക്കാം. അതിനുശേഷം നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പൊതുവേ നമ്മൾ ചീരച്ചെടി നടുമ്പോൾ ചെടിക്ക് വരുന്ന ഒരു അസുഖമാണ് ഈ ഇലപ്പുള്ളി രോഗം. ഈ ഇലപ്പുള്ളി രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മുടെ സൂഡോമോണസിനുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിളകളെ നല്ലതുപോലെ നമുക്ക് സംരക്ഷിച്ചെടുക്കുവാനും അതുപോലെ തന്നെ നല്ലൊരു കൃഷി മാർഗം തന്നെ നമുക്ക് ഈ രീതിയിൽ സ്വീകരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.